പെർഫ്യൂമാണോ? ഇല്ലായിരുന്നു പറഞ്ഞ ചൂട്. എല്ലായിടത്തല്ലേ ഫോണാ, എല്ലാം എടുത്തല്ലോ. അത് ചേച്ചാ ഒരു കയ്യിലാക്കുകയാണ് വേദന എടുക്കുക, രണ്ട് കയ്യിലോട്ടും കൂടെ ബാഗ് പിടിക്കുക. ഒരു കയ്യിൽ പിടിച്ച വേദന എടുക്കുകയല്ലേ. എല്ലാം വെച്ചിട്ടുണ്ട്, അത് രണ്ട് കയ്യിലോട്ടാണ് ബാഗ് പിടിക്കുക. ബാഗ് ഇറക്കുണ്ടായിരുന്നു. ഒരു കൈ ഇട്ട് നോക്കി പാടാന്ന്, വേദന എടുക്കുകയല്ലേ. വെയിറ്റുണ്ട്. എന്നാ വെയിറ്റ് വരാനാ? ഫുഡുണ്ട്, പിന്നെ അമ്മ പയറും പരിപ്പും എല്ലാം കൊടുത്തു വിട്ടില്ലേ. ആ കോഴി പോയി. അതെ, സിംബ പോലും എണീറ്റിട്ടില്ല. ആ എണീറ്റെൻ്റെ പൊന്നോ. ഞാൻ ഇട്ടോളാം, പൊക്കോ. അയ്യോ ഉറങ്ങി എൻ്റെ അമ്മ. ശാംഭവി ചാച്ചാച്ചി എന്ന് പറഞ്ഞോണ്ട് ചാച്ചാച്ചി പോവും. എനിക്ക് ചാച്ചാച്ചിയെ കാണണം രാത്രി. എനിക്ക് ഇപ്പം ചാച്ചാച്ചിയെ കാണണം. എൻ്റെ അമ്മച്ചി രാത്രി രാവിലെ എണീപ്പെന്ന് പറയാനൊരു പാടാം. രാത്രി എത്ര വേണമെങ്കിലും താമസിച്ച് കിടന്നുറങ്ങാം, പക്ഷെ രാവിലെ എണീക്കാൻ മാത്രം പറയരുത്. പൊക്കോ എണീറ്റു. മറ്റുള്ളവർ ഉറക്കം കൂടെ കളഞ്ഞിട്ട് അമ്മ ഫോൺ കണ്ടില്ലെന്നും പറഞ്ഞിട്ട് 4 മണിയായപ്പോൾ എല്ലാവരും കൊണ്ട് ഫോൺ ഇത് ഇവിടെ ഇരിക്കുന്ന ഫോൺ, ഈ ഫോണിൻ്റെ ഈ ഫോണിൻ്റെ മണ്ടയിൽ ഒരു തോർത്ത് വെച്ചിട്ട് ഈ ലോകം മൊത്തം ഫോൺ തപ്പി നടത്തിയ എൻ്റെ അമ്മയുടെ ബിരുദ്, കലാബിരുദ് ആരും കാണാതെ പോരുത്. എൻ്റെ പൊന്നമ്മേ, അമ്മയെ കൊണ്ടാ പറ്റുള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ. രാവിലെ മഴയാണല്ലോ. നാരായണ ചേച്ചി ഒന്നും എണീക്കത്തൊന്നുമില്ല. നീ അല്ല തന്നെ എണീക്കുകയല്ലേ, പിന്നെ അവധിയും കൂടെ ആകുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഒരു സാമ്പാറും ഇല്ല, ചൂട് പൊറോട്ടയും ഉള്ളിക്കറിയും. അവിടെ പോയിരുന്ന് കറക്കിക്കോ, അവിടെ പോയിരുന്ന് കറക്കിക്കോ. ഞാൻ ഇതൊക്കെ ആകുമ്പോൾ വിളിക്കാം, വിളിക്കാവേ. ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന മണമായിരിക്കും. അത് നേരെ വെക്കുക കേട്ടാ. എന്താ പോയോ? വരും, പേടി കരയണ്ട. ഓണമൊക്കെ വരും കേട്ടോ. എന്നാ പൊറോട്ട കുഞ്ഞേ, പൊറോട്ട കുഞ്ഞ്. ആ അവിടെ പോയിരുന്നേ, അവിടെ പോയിരി. ശ്യാമളമ്മ എന്തേടി? 3 മണിയായപ്പോ നമ്മളെല്ലാം എണീപ്പിച്ച് ഫോൺ തപ്പിച്ചിട്ട് ശ്യാമള പോയി കിടന്നുറങ്ങുവാണോ? അലക്സ ഇപ്പൊ നമ്മള് പറഞ്ഞ ഒന്നും കേക്കത്തില്ല. അലക്സ പറഞ്ഞാ കേക്കത്തില്ലെന്നിപ്പം. ഹലോ, പല്ല് തേച്ചോ? അതൊക്കെ ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തോളാം. 2 കൂടെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി കുളിക്കാതെ കഴിച്ചിട്ടുണ്ടെന്നതാണ് നീയൊക്കെ. ഉണ്ടോ? അല്ല ഓ, ഇന്നലെ എന്റെ തേമേ 3-4 ദിവസം അങ്ങാണ്ട് ഇവിടെ നിന്ന് ചെറുതായി മുറിവ്, അത് ഇപ്പഴാ കിടന്ന് കാറുന്നത്. രാത്രിത്തെ കാര്യം ഞാൻ രാത്രി തന്നെ പറഞ്ഞു. പിന്നല്ല സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. 3 മണിയായപ്പോ എല്ലാരെയും വിളിച്ചടിപ്പിച്ചിട്ട് ഫോണില്ലെന്നും പറഞ്ഞോണ്ട് ഇവിടെ എല്ലാം തപ്പി നോക്കുമ്പോ എന്നാ ചേച്ചാൻ കിടന്നിടത്ത് തന്നെ ഒരു തോർത്തിന്റെ അടിയിൽ അവിടെ മാത്രം തപ്പിയില്ല, സാധാരണ ഫോൺ വെക്കുന്നത് മാത്രം തപ്പിയില്ല. എൻ്റെ പൊന്നെ, എന്നിട്ട് എല്ലാവരും ഉറക്കം കളഞ്ഞത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് സാധനം. നോക്കട്ടെ,
എന്താ ചക്കര ഇരിക്കുന്നവിടെ ചില സിനിമയ്ക്കകത്തെ പോലെ അല്ലേ എനിക്കതൊക്കെ ലക്ഷ്മി ആൻറ്റി ശാംഭവിയെ വിളിച്ചോ എന്നാ പറഞ്ഞോ വീട്ടിലിരിപ്പില്ലേ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നല്ലോ ആൻറ്റി മേടിച്ചു ഡ്രസ്സ് എവിടെ പോയപ്പോട്ടെ നമ്മൾ മറ്റേ പ്രോഗ്രാമിന് വെറുതെ അല്ലേ ഇവിടെ മുണ്ടക്കേട്ട് പോയില്ലേ നീല അത് ആരാണീ പച്ചരോട് എടുത്തത് നീല ഇതാണല്ലോ ഉള്ള സീറ്റാ അത് ചേട്ടാ പെട്ടെന്ന് ചാടി ഇട്ടിട്ടുണ്ടോ പേടിച്ചിട്ട് കുളിച്ചോ നല്ല ഉടുപ്പാണല്ലോ ഇത് ആരെ ഉടുപ്പ് മേടിച്ചെന്നേ എടുക്കാൻ മതി എന്നാ ചൂടാണെ പതിയെ തിന്ന കുറച്ച് കഴിഞ്ഞ് തിന്ന ആറിട്ട് തിന്ന ചൂടാക്കിയതാ ഞാൻ അരച്ചുതരാം നാക്ക് പൊള്ളിയോ പിന്നെ അതൊന്നും അത്ര പൊള്ളാനൊന്നും ഉള്ളൊന്നുമില്ല പൊറോട്ടയെ എനിക്ക് ഇഷ്ടമില്ല വേണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടാ ശ്യാമളമ്മ ശ്യാമളമ്മയുടെ ഒരെണ്ണം എനിക്ക് ആണോ സത്യമായിട്ട് കണ്ടോ കേട്ടോ ദാരിദ്ര്യം പറയുന്നതിലും ഭേദമല്ലേ കറി എങ്ങണ്ട് ആരാ ഉണ്ടാക്കിയേ പരിപ്പുണ്ട് രണ്ടെടുക്കമ്മ ചേട്ടാ ചേട്ടായി കൊടുക്കാൻ വേണ്ടിയാണോ എങ്ങാനും ഇന്ന് കഞ്ഞി ഉണ്ടായിരുന്നുള്ള തീർന്നേനെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പറയൂ കഞ്ഞി ഉള്ളൂന്ന് ചെയ്യും അങ്ങനെ ഞാൻ ചോദിക്കില്ല എനിക്ക് കഞ്ഞിയാണ് ഇഷ്ടം ചില നേരം കഴിക്കുന്നില്ല ഈ പനി കഴിഞ്ഞ പിന്നെ വായിക്കത്തുള്ള ചില എനിക്കും ഈ ചോറ് വേണമെന്നാണ് എനിക്ക് താല്പര്യം ഇപ്പോൾ ഒച്ചാറൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ പുളിങ്കറി ഇന്ന് അവിടെ ഞാൻ നാരങ്ങ വെറുതെ ഒരു കുഞ്ചുപാത്രം നിറച്ച് നാരങ്ങ എവിടെയോ ബിരിയാണി തന്നപ്പോൾ അങ്ങനെ ഇപ്പം തന്നെ ഞങ്ങൾക്കൊരു ഫർണിക്കാതെ തന്നെ കുഞ്ഞു ഭരണി ആര് വന്നോ എത്ര പെട്ടെന്ന് നാരായണി കുളിച്ച് കുറിയൊക്കെ തൊട്ടെന്ന് നോക്കിയേ ഇങ്ങനെ വേണം വിശന്നിരിക്കുമ്പോൾ കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ച് 5 മിനിറ്റ് കുളിക്കുക അല്ലെങ്കിൽ അരമണിക്കൂർ മണിക്കൂർ സോപ്പ് തേപ്പ് മണിക്കൂർ പാട്ട് പാടല് പിന്നെ എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ പുള്ളിക്കാരി കുളിച്ചങ്ങോട്ട് ഇറങ്ങും പാട്ടൊക്കെ പാടി ചേച്ചിയിൽ പറഞ്ഞിട്ടുണ്ടോ കൊച്ചു ബ്ലൂ ഇടുമ്പോഴും ചേച്ചിന് ബ്ലൂ ഇടണമെന്ന് അപ്പയും ബ്ലൂ രണ്ടുപേരും ബ്ലൂ നീ ആ ഷാമ്പൂടെ എടുത്തിരിക്കും ബുദ്ധിമുട്ടിന്റെ ചാക്കുണ്ട് ആ ചാക്കിന്റെ കൊണ്ടേ പോയിരിക്കും അപ്പൊ ഇവിടെ നനയാനൊക്കെ ഒറ്റ മാർഗമുണ്ട് ഷീറ്റ് എടുക്കുക എന്നുള്ളത് ഇവിടെ നനഞ്ഞോണ്ടിരുന്ന സ്ഥലമാണോ അവിടെ അതെവിടെ നനയുന്നേ നനഞ്ഞോണ്ടിരിക്കുന്നു പറയട്ടെ ഞാൻ പറയാം
മഴയോട് മഴ 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 മഴ. ഞാൻ വീഡിയോ ഓണാക്കുമ്പോൾ മഴ പോകുന്ന പോക്ക് നാണമാന്ന് തോന്നുന്നു. വീഡിയോയ്ക്ക് മുന്നേ മഴയ്ക്ക് വരാൻ ആരാണിയെ പോലെ കഴിഞ്ഞു. ഒരു ബ്ലാഗും ഇല്ല, ഒന്നുമില്ല. വയറൊക്കെ ഇപ്പൊ എല്ലാ നമ്മുടെ മലയാള സെലിബ്രിറ്റികൾക്കും ഉണ്ട്. അങ്ങനെ ഞാൻ പറയത്തില്ല, ഞാൻ സെലിബ്രിറ്റി അല്ലോ. മലയാളീസൊക്കെ ഉണ്ട്. അവർ ഫുഡിൻ്റെയാണ് ചോറ് കഴിക്കുന്നത്. പണ്ടത്തെ ആൾക്കാരല്ലോ. ഗോൾഡൻ കളറിലുള്ള ഫാബ്രിക് പെയിന്റ് ഉണ്ട്, അതൊന്ന് മേടിക്കും. എനിക്ക് ആ പാമ്പിന് കൊടുക്കാം. ഒരെണ്ണമായിട്ട് പാമ്പിന് ഗോൾഡൻ കൊടുക്കൂ. പച്ചയും ഒരുമാതിരി പിന്നെ ഈ തവിട്ട് കളറും കൊടുക്കുന്നത്. അത് ഞാൻ ബ്രൗണും ഗോൾഡനും. ഓ, അതെന്താണെന്നറിയോ? സർപ്പത്തിന്റെ കളറാണ്. സോറി, അവനെന്നെ അങ്ങനെയാണല്ലോ വിളിക്കാറ്. എടി ഇന്നലെ എങ്ങാണ്ട് വിളിച്ച് അച്ചാച്ചൻ എന്നാ ഉണ്ടെന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു. അതിൻ്റെ പേരിന് പേരിന് വേണ്ടി വരുക. അതല്ല മറ്റേ ചെരുപ്പ് നമ്മൾ വട്ടച്ചൊറിയാണ്. ചെരുപ്പ് കാണിച്ചാൽ മതി. ആ ഒന്നുമില്ല. മനുഷ്യനാകുമ്പോ വട്ടച്ചൊറിയും പരട്ടച്ചൊറിയും ഒക്കെ വന്നിരിക്കും. മനുഷ്യനല്ല വരുള്ളത്. കാരപ്പുള്ളി വരെ സൂപ്പർ മാർക്കറ്റ് അല്ലെന്നേ ഈ ഒരു എന്നാ നാച്ചുറൽ ആയിട്ടുള്ള വിലക്കുറവിന്റെ അല്ല സാധനം. ഉപ്പറയില്ലേ, അതിന്റെ ആ ഗേറ്റ് ഇങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പിൽ വലതുവശത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ അങ്ങേ സൈഡിലത്തെ കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ സൂപ്പർ മാർക്കറ്റ് ആണോ? ആ സൂപ്പർ മാർക്കറ്റ് പോലെ ചെറിയ വലിയതല്ല, ഒത്തിരി വലിയതൊന്നുമല്ല. എടാ അവിടുത്തെ സാധനങ്ങൾ ഈ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ പോകുന്നു. ഇവനോട് പറഞ്ഞാൽ മതി എടി ഇവിടുന്ന് സാധനം എല്ലാം മേടിക്കണമെങ്കിൽ. സ്റ്റുഡിയോന്ന് പേട്ട ഉണ്ടല്ലോ. നിങ്ങൾ നേരിട്ട് എടുക്കണം. ഞാൻ പോയി എടുക്കാം, എനിക്കൊരു ബുദ്ധിമുട്ട്. ഞാൻ പോയി എടുക്കാം. അതാ പറഞ്ഞേ. ഈ സാധനം കൊണ്ടുവന്നു ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ തന്നെ വീഡിയോ കോളും ഫോട്ടോയും ഒക്കെ ഉള്ളത്. അല്ല നീ എടുത്ത് ആ ഷേപ്പ് അല്ല ഇതിന്റെ എല്ലാ അളവ് നമുക്കറിയാലോ, എടുത്ത സാധനമൊക്കെ. ശമ്പളമേണ്ട്. ഇന്ന് തന്നെ നീ പോഞ്ഞേ? ഇന്നില്ലേ ഇപ്പൊ? അയ്യേ നീ മുടി വെട്ടിയല്ലേ? നിനക്ക് ആ മുടി ഉള്ളതായിരുന്നല്ലേ? എന്നാ നല്ലതായിരുന്നു മുടി. ഇപ്പൊ മോശമൊന്നല്ല, എന്നാലും അത് വെറൈറ്റി ലുക്കായിരുന്നു. ഇത് ഒരിടത്തും കാണുന്ന ബാർബർഷോപ്പിൽ പോയി പറഞ്ഞു വിട്ടില്ല. ഞാൻ പറഞ്ഞ കുറെ ബാർബർഷോപ്പിൽ കയറി. ഞാൻ പറയുന്നത് അവർ വിട്ടില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ വിട്ടില്ല, കാശ് കൊടുത്തത്. വെട്ടിയതൊക്കെ കൊള്ളാം. സൂപ്പറാ. അയ്യേന്ന് നീ പോ. ആ അയ്യേന്ന് വെച്ചു. മറ്റേ മുടി നല്ലായിരുന്നു. പോ. സൂപ്പർ സ്റ്റുഡിയോ.
ലൂസല്ലല്ലോ അല്ലേ ഷർട്ട് കറക്റ്റ് അല്ലല്ല സൂപ്പർ. ആഹാ നിൽക്കുന്നല്ലോ. ആശാരെന്ന് വിളിച്ച മനസ്സിലായല്ലേ? ആ ഇവരെ കാണാനില്ല, അതല്ലേ പറഞ്ഞാ കണ്ടു കിട്ടുന്നത്. ഒരു മുറി, അതൊരു മുറിയാ, അവിടെ മുറിയാക്കി മൊത്തം. മുറിയാക്കും, മുറിയൊക്കെയാ. ആരുടെ മരത്തൊക്കെ ഇരുന്നേ? മഴ ആരില്ലേ? പുതിയ ചെരുപ്പാണോ? ആ സൂപ്പർ. അത് പാൻറ്റിന് ചേരുന്ന ചെരുപ്പൊക്കെയാണല്ലോ. അതിൻ്റെ ഇതാണോ? കല്യാണത്തിന് ഞങ്ങൾ കുറുക്കന്മാരെ വിളിക്കാറില്ല. കുറുക്കന്മാരെ വിളിക്കില്ല കല്യാണത്തിന്. ആണല്ലേ? കായംകുളം
കാഞ്ഞിരപ്പള്ളി കോട്ടയത്തെ ടിക്കറ്റ് രണ്ട് കാഞ്ഞിരപ്പള്ളി ഓ എന്നാ വീട്ടിലുണ്ട് ചേട്ടാച്ചനൊക്കെ ഉള്ളപ്പോൾ തൊട്ടുള്ള എന്നാ ആ ഓട്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇടാം. അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് നിർത്താനാണ് പേടിയോ പേടി ആ നീ ഇവിടെ വന്ന് സിനിമ ഇവിടെ കാണാൻ വന്നെന്ന് പറയാവേ ഇല്ല അവളെ ഞാൻ കണ്ടിട്ടില്ല ഇവളെങ്ങനെ ഇവിടെ ഇവളിവിടെയാണോ ജോലി ചെയ്യുന്നത് നീ എവിടെ ഇരിക്കുന്നേ എവിടെ പോയതാ ഇങ്ങോട്ട് എന്നെ കാണുമെന്നാണ് ചുമ്മാ നിങ്ങൾ ചേട്ടാ എവിടെ പോയതാ എവിടെ പോവാ മറ്റേ എന്നാ എവിടെ അവിടെ ഒരു കടയുണ്ട് കടയുണ്ട്
ഇതിൻ്റെ സ്പെയർ അവിടുത്തെ വർക്ക്ഷോപ്പിൻ്റെ സ്പെയർ ഇങ്ങോട്ട് മാറ്റിയാണ് അപ്പോൾ കുറച്ച് വെച്ചാൽ ഇവിടെയാണ് മടി വെച്ചോ വണ്ണം വെച്ചു. ഇതൊരു മൈൻഡ് പോലും ഇല്ല ജയൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോകുന്നില്ല. ചോറിനായിരുന്നു കറി? കൂട്ടുകാരൊക്കെ കിട്ടി. കറി എന്നായിരുന്നു? ഞാൻ പറയാം. ചപ്പാത്തി ചപ്പാത്തി ചോറ് കൊണ്ടുവന്നില്ല. 8 നോയമ്പാ. എല്ലാ വർഷവും ഉള്ള ഓർമ്മന്നില്ലേ നമ്മളന്ന് പണ്ട് കഞ്ഞി കുടിക്കാൻ വന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഒന്നുകൂടെ ചെയ്യണം. നീ ഇവിടെ ചെയ്തേ? ഞാൻ ഇവിടെ അങ്ങോട്ടൊന്ന് മറ്റൊന്ന് വെച്ചിട്ട് ഒത്തിരി നാളായിട്ട് നടക്കുന്നില്ല. ഒരുപാട് പരിപാടികളുണ്ടെന്ന്. കൊച്ചിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. കൊച്ചു വലുതായി. അതെ നിന്റെ കൊച്ച്. കൊച്ചിന്റെ ആരും പറയേണ്ട ആവശ്യമേ ഇല്ല. അത് നീ ആടി. പക്ഷെ അവിടുത്തെ അവസ്ഥ അതല്ല. അവിടെ നീ ആടി പറഞ്ഞ വലിയ പാടാ. ക്യാമ്പ് എടുത്ത് നിനക്ക് തിരക്കായ കൂടെ പോണെ കേട്ടോ. നിനക്ക് തിരക്കായ കൂടാ പോന്നെ. ആരാടി? ചേട്ടയുടെ പപ്പയുടെ അനിയന്റെ മോള്, സ്വന്തം പെങ്ങള്. രണ്ട് ഫോണൊക്കെ ഉണ്ടോ? പക്ഷെ വിളിച്ചാൽ കിട്ടണേ. വലിയ ആൾക്കാരെ വാ. ആൾക്കാർ തിരക്കാണല്ലോ. ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാനൊന്ന് വരുന്നു. അല്ലേ? ഇതിനകത്ത് നമ്മൾ പോയില്ലേ? നമ്മുടെ സ്വഭാവം കൂടെ വെച്ചല്ലേ? പഴയ സ്വഭാവം വെച്ചിട്ട് വന്നതെന്നല്ലേ. കണ്ണാടി വെച്ചിട്ട് കാഞ്ഞിരപ്പള്ളി കുരിശ്. ആളാണോ നോക്കാം. ആളാണക്കാറുണ്ടോ? ഇല്ലല്ലേ? എമർജൻസി റോഡിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഈ സീറ്റ് തല്ലിപ്പൊളിക്കണം. നമ്മൾ ചാകും. എമർജൻസി റോഡ് തുറന്നാലും ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഈ സീറ്റിരിക്കുന്നതുകൊണ്ട്.
ഇത് എന്നോട് കേരള ടുഡേയുടെ ഭാഗയില് എന്നോട് ഗോവിയും പറഞ്ഞു ഇവിടെ പോകണം. താമസം എവിടെയായിരുന്നു? താമസം സ്റ്റാൻഡിൽ ചാരപ്പള്ളിക്ക് പോയേക്കുമായിരുന്നു. കാട്ടിപ്പള്ളിക്ക് പോവാം. ഓക്കെ. ആരുമില്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ വണ്ടി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തൂടെ പോകാൻ പറ്റില്ല, പിന്നെ ഇതിലേ പോകണം. അപ്പോഴാണ് ഈ വണ്ടി കയറി വരുന്ന വണ്ടി പെട്ടെന്ന് കയറി തട്ടും. ചിലപ്പം സൂക്ഷിച്ചില്ല പണിയാണ്. അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുക, വരുന്ന ലക്ഷണമൊന്നും. ഓ, എത്രയെന്ന് ഞാൻ നോക്കിയിരിക്കുന്നത്. അവിടെ കുറേ നേരം നിന്ന് ഇനി ഇവിടെ വന്നിട്ട് നിൽക്കാം. വന്നില്ലേ? അവൾ നേരത്തെ ഉച്ചയായി പോകുന്നതാണല്ലോ. എന്തി മണിയടിച്ചതിൻ്റെ അന്താ എന്നാ ആരുടെ ഇതെടുത്തേ? ഇതാരെ എടുത്തേ? ഒന്നും അപ്പയില്ല, നിനക്ക് ഒന്നുമില്ല കേട്ടോ, ഒന്നുമില്ല. പോയി കിടന്നു, പൊക്കോ 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 പൊക്കോ. ഇതെടുത്തേ? നിന്നോടൊരു സാധനം ഇവിടെ എടുത്ത് മറിക്കരുത് ഞാൻ പറഞ്ഞില്ല, നീ പൊക്കോ. ആരാണ് ഇവളുമായിട്ടൊരു കേസും വേണ്ട. ജയമ ആ വഴിയിലെങ്ങാനുണ്ട്, വരും എന്നാലും. ഒരുമിച്ച് കയറി വരാമെന്ന് ഓർത്ത് ഞാൻ അവിടെ കുറേ നേരം നിന്നു. ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോയി. അടുത്ത മാസം യൂട്യൂബ് ഒന്നും തരാൻ മാട്ടെ, അതിനാൽ ഇപ്പോഴേ മേടിച്ച് വെച്ചാൽ അപ്പോൾ ഉണ്ട്.
മീൻ മേടിക്കുമ്പോൾ പൂച്ച ഇവിടെ കാണില്ല, അല്ലാത്ത പവളെ ഇവിടെ കാണാൻ പോലും ഇല്ല. അതാണോ? ഇവിടെ ഇപ്പുണ്ട്. അവർക്ക് പൈസ കൊടുത്താൽ മതി.